എന്നതിക്രമം നിമിത്തം മുറിവേറ്റവനേ, എന്ന കൃത്യം നിമിത്തം തകർന്നോനേ, എനിക്കായി രക്ഷ നൽകിയോനേ, എന്നെ വീണ്ടെടുത്തവനേ, നിനക്കായി ഞാൻ എന്നെന്നും ജീവിക്കും. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 13-ാം അധ്യായം 13-ാമത് വാക്യം: നിങ്ങൾ മിണ്ടാതിരിപ്പീൻ, ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, പിന്നെ എനിക്ക് വരുന്നത് വരട്ടെ എന്നുള്ള വചനമാണ്. ഈ വാക്യത്തിനുള്ളിലും നമ്മോട് ഓർമ്മപ്പെടുത്തുന്നതും നമ്മോട് സംസാരിക്കുന്നതുമായ ചിന്ത, നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനു മുൻപ് തന്നെ നമുക്ക് പറയാനുള്ളത് കൃത്യമായ തലത്തിൽ പറയുവാനായിട്ടുള്ള അവസരങ്ങൾ ദൈവം നമുക്ക് നൽകുന്നു എന്നും, എതിരാളികളും നമ്മേക്കാൾ ബലശാലികളുമായ ആളുകൾ നാം സംസാരിക്കുവാൻ തുനിയാതെ കണ്ട് നമ്മോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവരോട് കൃത്യമായി എൻ്റെ ഭാഗം കൂടി കേൾക്കണമെന്ന് പറയുവാൻ അവകാശമുണ്ടെന്നും, അത് കേൾക്കുവാൻ മനസ്സില്ലാതെ വരുന്നു എങ്കിൽ നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ദൈവമുണ്ടെന്നും നാം തിരിച്ചറിയേണ്ടതുണ്ട്. ബലവാനും ബലഹീനനും തമ്മിൽ കാര്യമുണ്ടായാൽ ബലഹീനന് തുണ നിൽക്കുകയും ബലഹീനനു വേണ്ടി സംസാരിക്കുകയും ചെയ്യുന്ന ഒരു ദൈവത്തെക്കുറിച്ച് ബൈബിൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 11-12 വാക്യങ്ങൾ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: എന്നാൽ നിങ്ങളെ പള്ളികൾക്കും കോയ്മകൾക്കും അധികാരങ്ങൾക്കും മുമ്പിൽ കൊണ്ടുപോകുമ്പോൾ എങ്ങനെയോ എന്തോ പ്രതിപാദിക്കേണ്ടു, എന്തു പറയേണ്ടു എന്ന് വിചാരപ്പെടേണ്ട. പറയേണ്ടത് പരിശുദ്ധാത്മാവ് ആ നാഴികയിൽ തന്നെ നിങ്ങളെ പഠിപ്പിക്കും. ഭക്തന്മാരായ ചില വ്യക്തികളുടെ ജീവിതത്തിനകത്തേക്ക് കടന്നു വരുന്ന ചില ചോദ്യങ്ങൾക്കും ചില പ്രതിവാദങ്ങൾക്കും മറുപടി പറയുവാൻ കഴിയാത്ത രംഗങ്ങൾ കടന്നു വരാം. അവിടെ നിങ്ങൾ ഭയപ്പെടേണ്ട, ആശ്ചര്യപ്പെടേണ്ട, വിചാരപ്പെടേണ്ട കാര്യമില്ലെന്നും, അത്യുന്നതനായ ദൈവം നിങ്ങൾക്ക് വേണ്ടി തക്ക സമയത്ത് സംസാരിക്കുമെന്നും ഓർപ്പിച്ചുണർത്തുകയാണ് ചെയ്തിട്ടുള്ളത്. പലപ്പോഴും മറുപടി പറയുവാൻ കഴിയാത്ത തലത്തിൽ ചോദ്യങ്ങളുടെ മുൻപിലൂടെ കടന്നു പോകുമ്പോൾ നാം നമ്മുടേതാകുന്ന നിലകളിൽ മറുപടി പറയുവാൻ ഉത്സാഹിക്കുമ്പോഴും നമ്മുടെ മറുപടികളൊന്നും കൂട്ടാക്കാതെ അവർ നമ്മുടെ മേൽ കർത്തൃത്വം നടത്തുമ്പോൾ നമ്മെ വിളിച്ച ദൈവം നമ്മോട് പറയുകയാണ്: നമുക്ക് വേണ്ടി എഴുന്നേറ്റ് പ്രവർത്തിക്കുന്ന, നമുക്ക് വേണ്ടി വാദിക്കുന്ന, നമുക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ദൈവം തക്ക സമയത്ത് നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വരുമെന്ന് ഓർപ്പിക്കുകയാണ്. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വിചാരപ്പെട്ട് ആകുലപ്പെട്ട് മുൻപോട്ട് പോകുകയല്ല, തക്ക സമയത്ത് നമുക്ക് വേണ്ടി വെളിപ്പെടുന്ന ദൈവത്തെക്കുറിച്ച് വെളിപ്പാട് പ്രാപിച്ച് നമ്മുടെ ജീവിതം മുൻപോട്ട് കഴിക്കാം. അതിനെന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ദൈവം കൃപ നൽകട്ടെ.
കരുണയുള്ള ദൈവമേ, നല്ല കർത്താവേ, ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നൊരു ദൈവമുണ്ടെന്നും ബലഹീനരായിരിക്കുന്ന ഞങ്ങൾക്ക് വേണ്ടി വാദിച്ച് ഞങ്ങളെ ഉയർത്തുന്ന ഒരു ദൈവമുണ്ടെന്നും മനസ്സിലാക്കി ഈ നാളുകളിൽ ദൈവത്തിൻ്റെ മുൻപിൽ സത്യസന്ധതയോടെ ജീവിപ്പാനായിട്ട് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.